ഈ ഒരു ഫ്രെയിം വെച്ചിട്ടുണ്ടത് ഗ്രൗണ്ട് ഫ്ലോറിലാണ്. ഈ ടൈൽസിന്റെ അടിഭാഗത്ത് മൊത്തമായിട്ട് മണ്ണല്ലേ, എന്താ അപ്സ്റ്റേറിലല്ല നിൽക്കുന്നത്. ചേതൽ ഇത് എടുക്കുമ്പോൾ എന്തായാലും എവിടെയെങ്കിലും കിട്ടും. ഹലോ ചങ്ങായിമാരെ, ഒരു സൂപ്പർ കണ്ടന്റ് കാണിച്ചു തരാൻ വേണ്ടി പോകണം. ഞാൻ പോടാണ് നിൽക്കുന്നത് വെച്ചിട്ടാണെങ്കിൽ ഒരു മനോഹരമായ കുറച്ച് പാക്കിങ് ഞാൻ അപ്സ്റ്റേർ വീടിന്റെ ഫ്രണ്ടിലെ മുറ്റത്താട്ടോ. ഇത് പോർച്ചാണ്. ഈ പോർച്ച് എന്ന് പറഞ്ഞാൽ ഒരാഴ്ച കഴിഞ്ഞിട്ടാണെങ്കിൽ ഈ വീടിന്റെ തറന്റെ അതേ ലെവലിൽ ഈ ഫില്ലർമിൽ ഫ്രെയിം സ്ക്വയറിൽ കെട്ടിക്കാണ്ട് ഈ വീടിന്റെ സിറ്റ് ഔട്ട് ആയിട്ട് മാറും. അത് അടുത്ത വർക്കിൽ നമ്മൾ കാണിച്ചു തരുന്നുണ്ട്. ഇപ്പോൾ അവിടുത്തെ ക്ലയൻറ്റ് നമുക്ക് തന്ന വർക്കുകൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കാണിച്ചു തരാം. സ്റ്റെപ്പ് 1 കയറി 2 കയറി സിറ്റ് ഔട്ടിൽ എത്തിയിട്ടുണ്ട്. 2 സൈഡിലും ചിന്ന ചാരുപടിൻ്റെ പീസ് കാണാൻ പറ്റും. ഇവിടെ ഹാളിലേക്ക് പോകുന്ന മെയിൻ ഡോറാണ് ഈ കാണുന്നത്. മെയിൻ ഡോർ വിത്ത് 2 സൈഡിലും 2 കള്ളി വിൻഡോ. ഇത് ഒറ്റ ഫ്രെയിം ആട്ടോ. ആ മൂല ഇട്ടുകാണ്ട് ഈ മൂല വരെ 3.5 മീറ്റർ നീളം വരുന്നുണ്ട്. ഈ സാധനം തേക്കിൻ്റെതാണ്. കേട് വരുത്താത്ത കോലത്തിൽ ഇവിടുന്ന് എടുത്തിട്ട് ഈ എൻഡിൽ കറക്റ്റ് കൊണ്ടുപോയി വെക്കുക. അപ്പം ഈ 2 സാധനം പോകും. അതൊക്കെ പോക്കിയിട്ട് മാത്രമേ അത് വെക്കുള്ളൂ. പിന്നെയെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഈ ചുമരിൻ്റെ അപ്പുറത്ത് ഒരു പൂജാ റൂമാണ്. അതിൻ്റെ മെയിൻ വഴി വരുന്നത് ഹാൾ കൂടെയാണ്. അവിടെ അടച്ചുകാണ്ട് ഇവിടെ തുറക്കണം. അതും കാണിച്ചു തരണ്ടേ. പിന്നെ ഉണ്ടല്ലോ ഈ 3.5 മീറ്റർ നീളം വരുന്ന ഈ ഫ്രെയിം ഇവിടുന്ന് പോയി കഴിഞ്ഞിട്ടാണെങ്കിൽ ഇവിടെ മൊത്തമായിട്ട് ഓപ്പണായി കിടക്കില്ല. അപ്പോൾ ഇതിൻ്റെ മുകളിൽ കെട്ടുണ്ടായ സ്ഥിതിക്കും അതേപോലെ തന്നെ സ്റ്റൈലിന് വേണ്ടിയിട്ട് ഈ മൂലമന്ന് ഇതുവരെ ഒരു 3 പറകോളാണ്. ആ മൂലമന്ന് ഇങ്ങോട്ടും കറക്റ്റ് ഡിവൈഡ് ചെയ്തിട്ട് 3 പറകോളാണ്. ബാക്കിയാണ് ആക്സസ് ഉണ്ടാവുക. അപ്പോൾ ലുക്കായി. അപ്പോൾ ശരിക്കും ഈ സിറ്റ് ഔട്ട് വിത്ത് ഹാളായി മാറി. ചുമരിഞ്ഞ് അവിടെ വരാൻ വേണ്ടി പോണത്. ഹാളിലേക്ക് കയറി കഴിഞ്ഞിട്ടാണെങ്കിൽ വിശാലമായ ഹാളാട്ടോ. സെറ്റല്ലേ? ഈ ഹാളിന് പൂജാ റൂമിലേക്ക് പോകുന്ന വഴിയാണ് ഈ കാണുന്നത്. ഇതാണ് അടയ്ക്കാനുള്ളത്. അപ്പോൾ അവിടെ തുറക്കും ചെയ്യും. അപ്പോൾ നമ്മൾ ഈ പരിപാടിയൊക്കെ മൊത്തം സൂപ്പറാക്കി ചെയ്തിട്ട് തേച്ച് ഫിനിഷാക്കുന്നതിൻ്റെ ഫുൾ എ ടു സെഡ് പ്രാക്ടിക്കൽ വിഷ്വലാണ് കാണിച്ചു തരാൻ വേണ്ടി പോണത്. ഓക്കെ, സെറ്റ്. ഈ ഫ്രെയിം ഊരുന്നതിൻ്റെ മുമ്പ് ഇതുമത്തെ എല്ലാ പൊളിയും ഊരിക്കൊണ്ടിരിക്കുകയാണ്. ഡോറിൻ്റെ പൊളി ഊരി, വിൻഡോ ഊരിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അത് തിരിച്ച് കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് സുഖത്തിന് വേണ്ടിയിട്ട് സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട് 3, 4. ഇതാ ഇതുമേലും ഉണ്ടാവും. പറ്റിൻ്റെ ഇതാ 4-ാം നമ്പർ. അപ്പോൾ എന്താ ലാഭം എന്നറിയോ? ഈ സാധനം ഇങ്ങോട്ട് വെച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് തന്നെ കൊണ്ടുപോയി പെട്ടെന്ന് കൊടുക്കാൻ പറ്റും. പിന്നെ ഈ കള്ളി അതിൻ്റെയാണ് ഈ കള്ളി അതിൻ്റെ എന്നുള്ളത് ഡൗട്ട് ഉണ്ടാവില്ല. ഫുൾ ഫട്ടാഫട്ട് ഉറക്കാം. ചെങ്കല്ലാണ് പഠിച്ചിട്ടുണ്ട്. ഈ വീടുമ്പലുണ്ടായതിന് ആകപ്പാടുള്ള ചാരുപടിന്റെ 2 പീസാണ് ഈ കാണുന്നത്. ഈ 2 പീസ് കുയിൽ കൊണ്ടിട്ട് തൂർക്കാനുള്ള പ്ലാനിങ് അല്ല. ഇത് രണ്ടും സൂപ്പറാക്കി എടുത്തിട്ടുണ്ട്. കണ്ടോ, ടൈലിന്റെ ഉച്ചിലൊക്കെ സൂപ്പർ അല്ലേ? അത് ഇവിടെ കെട്ടിക്കാണ്ട് ഇതേ നീളത്തിൽ സെറ്റപ്പാക്കി അയിമല കണ്ട് കയറ്റി വെച്ചുകാണ്ട് നേക്കാക്കി കൊടുക്കും. പോണേനും പോകുമ്പോടെ ഞങ്ങൾക്ക് കാണാം. ഈ ഒറ്റവരി ഇനി പൊളിക്കരുത്. അതേപോലെ ആ ഭാഗത്ത് നിന്ന് ഒറ്റവരി എടുത്താൽ മതി. എന്തിനാണെന്നറിയോ? ഈ ഒരു ഫ്രെയിമിന്റെ അടിയിൽ ഇവിടെയും ഒറ്റവരുണ്ട്, അവിടെയും ഒറ്റവരുണ്ട്. നമുക്ക് സിമെന്റ് പോലെ ഇതുവരെ ഓൾറെഡി സ്കാറ്റിങ്ങിന്റെ പീസ് ഉണ്ട്. അവൻ ചെത്തി മിനിക്കാൻ മതി. നല്ല സൂപ്പറായി കിട്ടിയിട്ടുണ്ട്. അതിന് തേപ്പുണ്ടെന്നുള്ളൂ. ഒരു കൂട്ടാൾക്കാർ പോണൊക്കെ ഒരു കൂട്ടാൾക്കാർ എപ്പോഴില്ലാതെ ഇതൊക്കെ പറ്റും. അതിന് ആശയം എടുത്തിട്ട് പോകണ്ട, ഞങ്ങൾ തരാം. പോരെ? അവിടെ നമുക്ക് ഈ ഗ്യാപ്പിൽ എന്തെന്നറിയോ? ബ്ലാക്ക് പിന്നെ ലൈവിൽ കാണിച്ചു തരാം. ഈ ടൈൽസ് മൊത്തം വാട്ടർ ലെവൽ വെച്ച സംഭവമാണല്ലോ. ഇവിടെ മുട്ടിച്ചുകാണ്ട് ഇങ്ങോട്ട് നോക്കുമ്പോൾ 16 സെന്റ് വരുന്നുണ്ട്. അപ്പൊ ആ ചുമരം എന്തെയ്യണമെന്ന് അറിയോ? എനിക്ക് നമ്മൾ 14 വെക്കുക. 2 സെന്റ് നമുക്ക് എന്തിനു വേണം? കുമ്മ വരുത്തിയിട്ട് വേണം അതിൽ സെറ്റ് ചെയ്യാൻ. ഈ ഫ്രെയിമിന് എത്ര കൊല്ലത്തെ പാക്ക് ഉണ്ട്? 14 വർഷത്തെ. അജ്മലെ പറഞ്ഞെടുത്താ തേക്ക് നാട്ടിലെ തേക്കല്ല, ഇത് ഫോറസ്റ്റ് കാട്ടിലെ. അതൊക്കെ കാണാൻ പാടില്ല. നോക്കുക, പൊളിച്ചൂടുണ്ട്. ഈ എൽ ഷേപ്പ് മൊത്തം ഫ്രീ ആയത് കാരണം വെച്ചാൽ ഇവിടെ ആട്ടം തുടങ്ങിയിട്ടുണ്ട്. ഇവിടുത്തെ പുറത്തും വിട്ടുകിടും. അതേപോലെ ആ എൽ ഷേപ്പ് സെറ്റ് ആക്കുക. പിന്നെ അത് പെട്ടെന്നൊന്നും പോരൂല. ഇങ്ങനെ ആടി കളിക്കുള്ളൂ. കാരണം ലെങ്ത് കൂടിയുണ്ട്. ഇത് പോരണമെങ്കിൽ ഇവിടെ കറക്റ്റ് വരച്ചുകാണ്ട് എന്ത് ചെയ്യണമെന്നറിയോ? കുറച്ച് കുണ്ടിക്കാക്ക് ഇത് ഇറക്കിയിട്ട് അങ്ങോട്ട് തള്ളാനേ പറ്റുള്ളൂ. കാരണം ഇവിടെ ഈ 2 കര വരാനുള്ള കാരണം എന്താണ് അവിടെ മഞ്ചാരിടാ. ഈ ചുമരുമണി തുടങ്ങുമ്പോൾ ഫസ്റ്റ് 7 ഇഞ്ച് ഗ്യാപ്പ്, 7 to 14 വരെ പില്ലറ്, 14 to 21 ഗ്യാപ്പ്, 21 to 28 വരെ ഒരു ഫില്ലറ്. അവിടെ നമ്മൾ അവസാനിപ്പിക്കും. അപ്പം 28 ഇതാ ഇവിടെ എത്തി 2ാം കള്ളി. ഇതാ അതേപോലെ തന്നെ ഈ ഒരു മറിക്കെത്തും. ഇവിടുന്ന് ഇതുവരെ എത്രയാണ്? അവിടെ ടച്ചിങ് അല്ലേ? ഇവിടെ നോക്കിയാ കറക്റ്റ് 2 മീറ്ററാണ്.
അപ്പം പറകോളം എത്ര മതി എന്നറിയോ? 2 പറകോളം മതി, അവിടെയും ഇവിടെയും സെറ്റാണ്. നിങ്ങൾ എത്ര കട്ട കൊണ്ടുവരാന്നറിയോ? 20 കട്ട കൊണ്ടുവന്നാൽ മതി. ഇത് സെപ്പറേറ്റ് വെച്ചതൊന്നും സാധനത്തില്ല. കണ്ടോളിയാ മാറ്റാൻ വേണ്ടി പോണേ. ലൈവില് ഒരു മനുഷ്യന്റെ മേത്ത് ഷുഗർ വന്നു കഴിഞ്ഞാല് ഫസ്റ്റ് കാലിന് കയറും, പിന്നെ അവിടുന്ന് ഇങ്ങനെ കീറുക ചെയ്യാം, വാങ്ങും പോലെ ഇറങ്ങി പോവാം. എന്താ ഞാൻ പറഞ്ഞില്ലേ, അടിയിൽ നിന്ന് കയറി തുടങ്ങിയാണെങ്കിൽ അത് കാലക്രമേണ വെള്ളവെള്ളൊക്കെ വരും. ഇനി നിങ്ങൾക്ക് വേറൊരു പീസ് സെപ്പറേറ്റ് വേണമെന്നുണ്ടെങ്കിൽ, പുതിയത് വേണമെങ്കിൽ അങ്ങനെ കൊണ്ടു വെക്കാൻ പറ്റും. പക്ഷെ ഇതന്നെ പോരെ, ഇത് നമുക്ക് എന്ത് ചെയ്യുന്നറിയോ? ഫുള്ള് നല്ലാണ് ക്ലീൻ ആക്കുക, കെമിക്കൽ അടിക്കുക, ഇതിന്റെ സൂപ്പർ സിമെന്റിലാണ് തിരികെ കൗത്തിയായിട്ട് വെക്കുക. അപ്പൊ ദമ്മായിക്കോളും ലൈഫ് ടൈം. 15 കൊല്ലം മുമ്പ് വെച്ച മെയിൻ ഡോറാണിത്. ഇതിന്റെ അടിയിൽ സ്വർണ്ണം ഉണ്ട്. ആ സ്വർണം കണക്ക് പ്രകാരം പണിക്കാർക്ക് ഉള്ളതാണ്. ഒരു വൈകുന്നേരം ആകുമ്പോൾ നമുക്ക് തീരുമാനം ഉണ്ടാക്കുക. സാധനം എടുക്കല്ലേ? അങ്ങനെയാണെങ്കിൽ എന്താ അറിയോ, ഈ മണ്ണ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അങ്ങനെ വേണ്ട, നിങ്ങൾക്ക് നമുക്ക് ലോട്ടറി അടിച്ചാൽ നമുക്ക് ആഗ്രഹം. ചേച്ചി പറയാണ് മെയിൻ ഡോറിന്റെ അടിയിൽ സ്വർണ്ണം ഉണ്ടെന്നുള്ളത്. ആ തെരച്ചിലാണ് നടന്നുകൊടുക്കണേ. അതായത് ഈ സിമെന്റ് പൊട്ടിക്കേണ്ടി ഇവിടെ അല്ലേ? ഈ സിമെന്റിന് അടിയിലുണ്ടാവും. കല്ല് ഈ കാണുന്നത് തറന്റെ കല്ലാണ്. അതിന്റെ മുകളിൽ സിമെന്റ് പരത്തിയതാണ് ഈ കാണുന്നത്. പ്രതീക്ഷ ഉണ്ട് ചെറുങ്ങനെ. എടുക്കാൻ പാടില്ല, പുതിയ വാതിലടിക്ക് വെക്കാനുള്ളതാണ്. അത് കിട്ടിയാൽ തന്നെ ഞങ്ങൾക്ക് എടുത്ത് കൊണ്ടുപോകാൻ പറ്റൂല. ഈ ഒരു ഫ്രെയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ക്വയർ മാത്രമല്ല ഉള്ളത്. ഈ സ്ക്വയറിന്റെ എന്റെ അങ്ങോട്ട് മഞ്ചാരിയാണ്. ശരിക്കും ലിൻഡിൽ ഫൈനല്ലെന്ന് അറിയാം. ഈ സ്ക്വയർ ആക്കണേ ഇവിടെ ഇട്ടിട്ട് ഇതുവരെ ലിൻഡിലുണ്ട്. ഈ മഞ്ചാരി ആയത് കൊണ്ട് ലിൻഡലിൽ എൻഡ് ക്ലോസ് ഉണ്ടാവും. അതിൽ ആണി കടിച്ച ടൈറ്റുമേലാണ് ഇപ്പൊ കുടുങ്ങിയെടുക്കുന്നത്. ഇപ്പൊ ഒരു ലിൻഡൽ സ്ക്വയറിൽ അടിച്ചൊരു വീട്ടില് ഒരു മഞ്ചാരി വെക്കണമെങ്കിൽ അപ്പൊ നമ്മൾ ലിൻഡിൽ കുറച്ച് പൊട്ടിക്കാനേ വേണ്ടി വരും. എന്നെങ്കിൽ മാത്രമേ മരക്ക് ഉള്ളിൽ വെക്കാൻ പറ്റുള്ളൂ. സാധാ സ്ക്വയർ ഫ്രെയിം വെക്കണ മാതിരി ഒരിക്കലും മഞ്ചാരി വെക്കാൻ പറ്റൂല. ഇതും കൂടി നടന്നില്ലേ ബോംബെന്ന് 10,000 ഉണ്ടെണ്ടി വരും. മഞ്ചാരിന്റെ പുറത്തേക്ക് ചാടി നിൽക്കണ ആ ചെകന്റെ വേക്കിൽ സെന്ററിങ്ങാര് ഒരു പലക പീസ് അടിച്ചു വെച്ചിക്കണേ. ഓൾക്ക് പണിക്ക് സുഖത്തിന് വേണ്ടി ആ പലക പീസ് കോൺക്രീറ്റ് ഇട്ട സമയത്ത് ടൈറ്റായി നിൽക്കുക. ഒന്ന് ഇതവിടെ കാണണേ, ലൂസാക്കി ഇവിടെ. ഇനി അടുത്ത് ഇവിടെ കാണുന്നുണ്ട്. അതേപോലെ ഒരു 80 സെന്റിൽ കൊടുത്തിക്കണേ. അപ്പം ഈ പലക വെച്ചതിന്റെ അവിടെ ഒന്ന് കുത്തി പൊളിച്ചിക്കണമെങ്കിൽ സാധനം താവുണ്ട്. അതിന്റെ ഉദാഹരണമാണ് ഈ കാണുന്നത്. പലക പീസ് 1, 80 സെന്റ് കഴിഞ്ഞാൽ പലക പീസ് 2, 80 സെന്റ് കഴിഞ്ഞിട്ടാണെങ്കിൽ പലകന്റെ പീസ് 3. ഇപ്പൊ അതിന്റെ ഫ്രെയിമിന്റെ വടി ഈ ടോപ്പിൽ സംഭവം വരെ ഉണ്ടാവുള്ളൂ. ഇതിന്റെ മോൾക്ക് എന്തായാലും ഉണ്ടാവില്ല, പിന്തല മാത്രമേ പുറത്ത് വെക്കുള്ളൂ. ഈ സൈറ്റിൽ വെച്ച ഈ ഒരു ഫ്രെയിമിന്റെ ഈ ഒരു കുറ്റി ഉണ്ടല്ലോ, മോൾക്ക് പൊന്തിക്കണം നോക്കിയാ അതിന്റെ അപ്പുറത്ത് കൂടി ഇപ്പുറത്ത് കൂടിയും ലിൻഡലിന്റെ കമ്പി പോയിട്ട് അതിൽ ലോക്കായി നിൽക്കുകയാണ്. അതേപോലെ ഇവിടെ ഉണ്ട്. ഈ ടോപ്പിൽ വന്ന ഈ മരത്തിന്റെ സാധനം കട്ട് ചെയ്തെങ്കിൽ മാത്രമേ പുറത്തേക്ക് ഇത് തള്ളി എടുക്കാൻ പറ്റുള്ളൂ. ഇത് നോട്ട് പോകുന്നേ ഇതിമ കുടുങ്ങിയെടുക്കുക. എന്തൊക്കെ ഗുരുമാരെന്ന് പറയാം. ഈ മഞ്ചാരിന്റെ പ്രശ്നമാണിത്. പക്ഷെ നമ്മൾ തെറ്റാക്കി തരും, അത് വേറെ കാര്യം. ചുമരിന്റെ ഉൾവീതി കറക്റ്റ് ആട്ടോ. ഒരേ ലെവലിൽ പോണം. ഒരേ ലെവലിൽ പോട്ടെ. അവിടെ നടക്കലേ ഈ ഭാഗം മുന്നോട്ടെ. പുറത്ത് കൊണ്ടുപോകല്ലേ? ഈ ഒരു ഭാഗം മാത്രം ചെരിച്ചാണ്ട് പുറത്ത് കാക്കല്ലേ? പണി കഴിഞ്ഞിട്ടാണെങ്കിൽ ഈ വക്കില്ലേ, ഈ വക്ക് ഇവിടെ വരണം എന്നറിയോ? ഇങ്ങനെ അങ്ങോട്ട് വന്നിട്ട് ഇവിടെ വരണം. അപ്പൊ എന്ത് ചെയ്യണം? നമ്മള് 4 ഇഞ്ച് ഏച്ച് കൂട്ടാണ്ട്. അപ്പൊ അതിന് ഈ ഒരു സാധനം സെറ്റ് ചെയ്തതിനു ശേഷം ഇവിടെ ഒരു പലക അടിച്ചുകാണ്ട് പോകുമ്പോൾ ഫുൾ കോൺക്രീറ്റ് ചെയ്ത് സെറ്റപ്പ് ആക്കണം. നമ്മളെ മരത്തിന്റെ കുറ്റി നടന്നിട്ടാണെങ്കിൽ ഈ കമ്പിനെ കാട്ടി എത്രയോ മോൾക്ക് കയറിയിട്ടുണ്ട്. ഇവിടെ വെച്ച് മുറിച്ചോണ്ട് തൽക്കാലം ഇപ്പൊ ഊരിയെടുക്കാൻ കഴിഞ്ഞതാണ്.
കുറച്ചുള്ളിലുണ്ട് അത് കുഴപ്പമില്ല. അതേപോലെ തന്നെ ചെയ്താ ഇവിടെ ഉണ്ട്. അതേപോലെ തന്നെ അതാ ഒരു മരത്തിന്റെ കുറ്റി ഇവിടെ ഉണ്ട്. ആൾക്കാർക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. അത്ര എഫോർട്ട് എടുത്തിട്ടുണ്ട്. ഇവിടുന്ന് ഊരിയെടുത്ത 3.5 മീറ്ററിന്റെ മരത്തിന്റെ ഫ്രെയിമാണ് ഈ കാണുന്നത്. അടിഭാഗം മൊത്തമായിട്ട് ഏകദേശം ചതിൽ നിന്ന് പോയിട്ടുണ്ട്. ചതിൽ ഓടി കളിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളിപ്പോ കെമിക്കലെ കളിച്ചാണ് വെക്കാൻ വേണ്ടി പോണത്. അപ്പൊ ചതിലുള്ള ഭാഗത്തുള്ള ഇതിലൊക്കെ മൊത്തത്തിൽ എന്താക്കാണ് ഒരതി വൃത്തിയാക്കി കൊണ്ടിരിക്കല്ലേ. ഈ കെമിക്കൽ അടിക്കുന്നതിന്റെ മുമ്പ് മൊത്തമായിട്ട് പൊടി അടിച്ചു വാരി ഉഷാറാക്കണം. എന്തായാലും ആവുന്നറിയോ ഇപ്പൊ നമ്മൾ ഈ ഗ്രൗട്ട് തേക്കുണ്ടല്ലോ, ഇതിപ്പോ ഇതിന്റെ ഉള്ളിൽ കയറി ഇതിനുള്ളിക്ക് ഈ വരച്ച ചാലുണ്ടല്ലോ. അപ്പൊ ഇനി നമ്മൾ സിമെന്റ് ആയിട്ടാണ് കൂട്ടി പിടിപ്പിച്ചാൽ മതി. പാച്ച് വർക്ക് അങ്ങനെ തന്നെ. ചില ആൾക്കാരൊന്നും ചെയ്യൂല. ടോപ്പിലായ എന്റെ നീ എന്റിലേക്ക് വാട്ടർ ലെവൽ നോക്കുക. അതേപോലെ തേപ്പിട്ട് തേപ്പ് അടിയിൽ മുകളിൽ നൂലെട്ടി കഴിഞ്ഞാല് സംഭവം സെറ്റാ. എന്താ പാട്? ഇതാ പക്ക റെഡി കേട്ടോ. ഞാൻ ഒന്നും നോക്കാനില്ല. പോരെ പോരെ അടി പക്ക കേട്ടോ. അടിഭാഗം പക്കായിണ്ട്. ഫ്രെയിം എന്താ പറയാ കറക്റ്റ് തേപ്പ് കിട്ടാത്തത്. ആ മൂലി കറക്റ്റ് ആണ്, ഈ മൂലി കറക്റ്റ് ആണ്. സെന്ററിൽ തേപ്പ് കറക്റ്റ് അല്ല. എന്തൊക്കെയാണ് തേപ്പിന് വ്യത്യാസം? ഇനിയിപ്പോ എന്താ ഐഡിയ എന്നറിയോ? ഇവിടെ നമ്മൾ എകരം കെട്ടിയിട്ട് ആ തേപ്പ് മൊത്തം പൊളിക്കും. ഇവിടെ മാത്രം ഇവിടെ കുറച്ച് ഭാഗമല്ല, ഈ കോണ് മൊത്തം പൊളിച്ചു ആ മുകളിൽ വരെ ഇത് പൊളിച്ചിട്ട് കറക്റ്റ് ഇതിനോട് കറക്റ്റ് ആക്കും നമ്മള്. ഈ ഫ്രെയിം തൂക്കാണ്. അപ്പൊ ഇതുമ്പോ ഷീറ്റുമൊക്കെ മുകളില് 5.5 സെന്റി, അതേപോലെ അടിയിലും പക്ക 5.5 സെന്റി. ഈ കോൺക്രീറ്റ് ടൈറ്റ് ആക്കി കേട്ടോ. സൈഡ് വെക്കാത്ത ഒലിക്കും. ഈ വെച്ചിട്ട് പാറടിക്കോലല്ലേ, ഈ എന്റെ നീട് 40 സെന്റി ബാക്കിയുണ്ട്. ഇവിടെ മുട്ടി നിൽക്കണത് ഒരു നോട്ട് പോലും കയറില്ല, പക്ക നേക്ക്. അതേപോലെ 40 സെന്റി ഇവിടെ മുട്ടി നിൽക്കണത്. ഇതിങ്ങനെ ആവണം. ഇങ്ങനെ ആയി കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ അപ്പുറം തൂക്കിക്കൊണ്ട് മാത്രം കാര്യമില്ല. ഈ ലെവൽ കറക്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ ഇത് ലെങ്ത് കൂടിയ സാധനം ആയതുകൊണ്ട് ചിലപ്പോൾ ഒലഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ഡോറ് അടയ്ക്കുമ്പോൾ കറക്റ്റ് ആവില്ല. ഇപ്പൊ സംഭവം നേക്കാണ്. ആ കൈകാള സാധനം കൊണ്ടിട്ട കൈകാള സാധനം കൊണ്ടുവരാ. വേഗം നോക്കി കണ്ടമാന ദൂരം ഓടാനുള്ളതാണ്.